ഇനി വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അവർക്ക് പേടിയാണ്. അത് അവർ ആവർത്തിച്ച് പറയുന്നത്. എനിക്ക് കത്രിക പുറത്തെടുക്കണം, പക്ഷേ എനിക്ക് വണ്ടാനത്ത് പോകണ്ട, ആശുപത്രി എനിക്ക് പോകണ്ട എന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ ഏത് ഡോക്ടറാണ് ഇപ്പോൾ ഈ സർജറി ചെയ്തിട്ടുള്ളത് എന്ന് അവർക്കും അറിയാൻ കഴിയുന്നില്ല. ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറാണ് അന്ന് OP-യിൽ, ആ ഡോക്ടറുടെ OP-യിലാണ് പോയത്. പക്ഷേ ഈ സർജറിയുടെ ഡ്രസ്സിലായതുകൊണ്ട് ഏത് ഡോക്ടറാണ് ചെയ്തതെന്ന് അറിയില്ല. അന്നുണ്ടായിരുന്ന പല ഡോക്ടർമാരും ഇപ്പോൾ അവിടെ ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഫൈസൽ, ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഡോക്ടർ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആശുപത്രി അധികൃതർ പറയുന്നത്, അതായത് അവർ 5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ആരാണ് ഇതിന് സർജറി ചെയ്തതെന്നോ അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്തതെന്നോ അവർക്ക് വ്യക്തമായ വിവരം ലഭ്യമല്ല. അന്ന് ഇവർ പറഞ്ഞ ഈ ഉഷ ജോസഫ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഡോക്ടർ ലളിതാംബികയുടെ പേര് മാത്രമാണ് ഇവർ പറയുന്നത്. ആ ലളിതാംബിക ഡോക്ടറെയാണ് ഇവർ കൺസൾട്ട് ചെയ്തത്. അവരാണ് ഈ ശസ്ത്രക്രിയക്ക് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചതൊക്കെ അവരാണ്. ആ ലളിതാംബിക ഡോക്ടറുടെ പേര് മാത്രമാണ് അവർക്കറിയാം. ആരാണ് ശസ്ത്രക്രിയ ചെയ്തത് എന്നതുപോലും ഈ ഉഷ ജോസഫിന് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സ്ഥിതിക്ക് ആരാണ് സർജറി ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരോട് തിരക്കിയപ്പോൾ 5 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. ആരാണ് ചെയ്തതെന്ന് അറിയില്ല. അന്ന് ആരൊക്കെയാണ് ജോലിയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അന്നത്തെ ഡോക്ടർമാർ എന്നൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവർ അറിയില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും വളരെ ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്, വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ വീട്ടിന് മുന്നിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടങ്ങളൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം അത്രയും ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 5 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഉഷ ജോസഫിൻ്റെ വയറ്റിൽ കത്രിക മറന്നു വെച്ചത്, കത്രിക കുടുങ്ങുന്നത്. അതിനുശേഷം ഇവർ കലശലമായ വേദന അനുഭവിക്കുന്നു, വലിയ രീതിയിലുള്ള വേദന ഇവർ അനുഭവിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലിക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉള്ളത്. മകനുണ്ട്. നിയമനടപടിയായിട്ട് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചു. തീരുമാനം. അതെ, നഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളിവിടെ ഇന്ന് കൺസൾട്ട് ചെയ്യപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഓപ്പറേഷൻ എല്ലാം ചെയ്തു തരാം എന്നേ ഉള്ളായിരുന്നു, അല്ലാണ്ട് നഷ്ടപരിഹാരം തരാം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ അവർ പ്രോപ്പറായിട്ട് അവർ പെട്ടെന്ന് ഫാസ്റ്റാക്കി ചെയ്തു തരാം, അവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. 5 വർഷം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നൊരു വലിയൊരു സംഭവമാണിത്. 5 വർഷം മുമ്പാണ് നടന്നത്. ഇപ്പോൾ ഈ 5 വർഷം തിങ്കളുടെ അമ്മ വലിയ രീതിയിലുള്ള വേദന അനുഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ നടപടിയെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇത് കൺസൾട്ട് ചെയ്ത് ഇവരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇനിയുള്ള മറുപടി ആശുപത്രി അധികൃതരായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് സംസാരിച്ച് കൺസൾട്ട് ചെയ്ത് എന്താണ് അവർ പറയുന്നത്? അവർ സർജറി ചെയ്ത് ഫാസ്റ്റാക്കി തരാം എന്നാണ് പറയുന്നത്. ആരാണ് അന്ന് ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞൂടാ. നമ്മൾ കൺസൾട്ട് ചെയ്തത് ലളിതാംബികയുടെ അവർ അസിസ്റ്റൻസ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവർക്ക് അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. കാരണം സെക്കൻഡ് വേവ് കൊറോണയുടെ സമയത്തായിരുന്നു ചെയ്തത്. അപ്പൊ നമുക്കറിയത്തില്ലല്ലോ ആരാ ചെയ്തതെന്നൊന്നും. ആ ഡോക്ടേഴ്സ് ഇപ്പൊ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയത്തില്ലല്ലോ, അവരതൊന്നും പറയുന്നില്ലല്ലോ, ആരാ ചെയ്തതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മളിത് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. ഇന്നലെ വേറൊരു കാര്യത്തിന് വേണ്ടി എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടു. അപ്പോൾ അത് തന്നെയാണ്, അതായത് ഈ സെക്കൻഡ് കൊറോണയുടെ 2ാം ഘട്ടത്തിൻ്റെ സമയത്താണ് ഇപ്പോൾ ഇവർക്ക് ശസ്ത്രക്രിയ ചെയ്തത്. അതിനിടയിലാണ് ഈ കത്രിക മറന്നു വെച്ചത്. അന്ന് ആ സമയത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടേഴ്സാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സംബന്ധിച്ചൊന്നും വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഇവർ പറയുന്നത് പോലെ തന്നെ ലളിതാംബിക ഡോക്ടർ അവരാണ് ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള തീയതി കുറിച്ച് നൽകിയതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകിയതൊക്കെ അവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് അന്നത്തെ ഡോക്ടർമാർ ഉണ്ടായിരുന്നതെന്നൊന്നും ഇവർക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. ചേച്ചി